അപ്പൊ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ പഴയ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ സാധനം കൂടി ഇടിച്ച് മറിച്ചിട്ടുണ്ട്. ആ ചേട്ടനെ ഒരു തള്ളി ഇപ്പൊ അവിടെ എടുത്തിട്ട് നല്ല തിരക്ക്. അതന്നെ തിരക്കായിരുന്നു. വാങ്ങിച്ച് ആ തൊപ്പി കരോളിന് പോകാനുള്ള സാധനം നമ്മുടെ ഒന്ന് നിന്നും അതെല്ലാം തന്നെ. നമ്മൾ ഇന്ന് ഇവിടെ കടന്നിട്ട് എന്നോണ്ടൊക്കെ കിട്ടണൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ കുറച്ച് ഈ സാധനം വാങ്ങിച്ച് വേറെ ആർക്കെങ്കിലൊക്കെ മറ്റേ ഈ നമ്മുടെ വാതിലില്ല ഡോറ് ഫ്രണ്ടിലെ എൻട്രൻസ് ഒക്കെ അവിടെ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഇതൊക്കെ വെച്ച് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയി സെറ്റ് ചെയ്തേ. അത് തന്നെ ഏറ്റവും കൂടി അടിപൊളിയാണ്. എന്നിട്ട് ഈ ഒരു റീത്തൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ അവിടെ വെച്ച് നല്ല അടിപൊളിയാണ് ചെയ്യാം. അതൊരു ട്രീകളാണ്. പക്ഷെ ആ ഒരു ട്രീക്ക് നല്ല വിലയുണ്ടെന്നുള്ളൂ. ഇതിനകത്തിരിയാലോ പക്ഷെ ഡെക്കർ ചെയ്യാനായിട്ട് നല്ല അടിപൊളി സാധനങ്ങളുണ്ടല്ലേ. അവിടെ പോലും ഇതേപോലെ ക്രിസ്മസ് സമയത്ത് പോയി നമ്മൾ കണ്ടിട്ടില്ലേ. ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ മാറി മാറ്റും ഇല്ലട്ടോ. ഇവിടെ ഇപ്പോൾ നാട്ടിൽ മാറി. പണ്ട് ഇവിടെ മാർക്കിൽ വന്നിരുന്നപ്പോൾ കണ്ടെന്ന് പറയും ഇങ്ങനത്തെ കുറെ ബോൾസ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ വരുമ്പോൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് ചേഞ്ച് ആയി. പക്ഷെ ഇത് കണ്ടോ ഡിസൈനുള്ള കുറെ സാധനങ്ങളുണ്ട്. സാധനം പൊളിയാക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഇത് കണ്ടു ഇത് പറഞ്ഞാൽ മാറ്റാൻ മറ്റേ ഡോർമ അങ്ങോട്ടല്ലെങ്കിൽ നമ്മൾ തൂക്കിയിട്ട് ട്രീം പക്ഷേ ശരിക്കും വൈറ്റ് പോകണം. ചാക്കിന്റെ അതിന്റെ അകത്തിലിട്ടോ ഈ വെള്ളമയോ ടോട്ടല് കണ്ട നമ്മളിവിടെ ഒരാൾ അതിൽ ക്രിപ്സെറ്റാണ് ചെറിയൊരു സാധനത്തില് സിമ്പിൾ പരിപാടി. ഇത് കൊണ്ടുപോകാൻ നേരെ വെക്കുക ക്രിപ്പ് സെറ്റ്. ചേട്ടൻ ഇത് എത്ര ആയിട്ടത് കുഴപ്പമില്ല. സിമ്പിൾ പരിപാടിയാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് അല്ലേ. ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയ വെറൈറ്റി സാധനം ഗിഫ്റ്റ് കൊടുക്കാം. ഇതും കൊള്ളാം. 60 രൂപ. വേഗണ്ടവർ വന്ന് സാധനങ്ങൾ പണിങ്ങി എടുത്തത്. നെക്സ്റ്റ് ടൈംസ് ഒക്കെ ആണെങ്കിൽ പ്രാവശ്യം എന്തെങ്കിലും ഓൾറെഡി അടിപൊളിയല്ലേ. ഇതിനായിട്ട് റേറ്റ് ഉണ്ട്. നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഈ കടയിൽ കയറിയിട്ട് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ തോന്നിയത് എന്നറിയോ. എന്തിന്റെ എന്തോ ഒരു കായെന്നറിയാം. പള്ളിയിൽ കണ്ടിരുന്നു. ഈ ഒരു യൂറോപ്പിലൊരു ടച്ച് കുറെ ഫീൽ ചെയ്തു. കുറെ അങ്ങനത്തെ കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മതി. ഓക്കെ അല്ല ഇവിടെ നിന്നൊന്നും എന്തെങ്കിലും ആവശ്യമുണ്ടോ. 1350 ട്രീച്ചൊക്കെ നിസ്സാര വിലയൊന്നുമല്ല. ഇത് നോക്കി 4000 ഇതൊക്കെയാണ്. 7 ഫീറ്റ്. എന്നെക്കാളും ഹൈറ്റ് കുറവാണല്ലോ. നമ്മൾ സ്റ്റാറിന്റെ ഇവിടെ തിയേറ്ററുണ്ട്. കുറെ നാളെ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം കൊള്ളാട്ടോ. ഒരു കളർഫുൾ മയം. ഈ ട്രീം കൊള്ളാല് ആൾക്കാരൊക്കെ തട്ടി അവസാനം വലിച്ച് താഴ്ത്തിടുന്നുണ്ട്. ഇത് എത്ര രൂപ ഉണ്ടാവും? എത്ര രൂപ ഉണ്ടാവും ഈ സാധനത്തിന്? 6000. ഇതിന് എത്ര ഉണ്ടാവും? 6K ഉണ്ടാവും. എത്ര? 6 അല്ലെങ്കിൽ 7. 1500. 7 ഫീറ്റിന്റെ ആ സാധനത്തിന് തന്നെ ഉണ്ട് 10K. ഞാൻ ചുമ്മാ ഇവിടെ പറഞ്ഞല്ലേ, നിങ്ങളത് വിശ്വസിച്ച. വർണ്ണനെ കേട്ടോ. ശ്രുതിലിന്റെ മനസ്സ് പോലെ നിഷ്കളങ്കതയും സമാധാനത്തിന്റെ ഒരു ഇതാണ്. സുധേടന്റെ വെള്ളയിലേക്ക് ഒരു ഭയങ്കര ഒരു നോട്ടം ഉണ്ടല്ലേ. അതെ, നേരത്തെ ആരോ കണ്ടു. അതുകൊണ്ടാ സ്റ്റാർബക്സ് അല്ല, സ്റ്റാർബർഗിൽ പോയപ്പോ ഉണ്ടായിരുന്ന അവിടുത്തെ ആ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ ക്രിസ്മസിന്റെ. ഇയാളെ മിസ് ചെയ്ത്. ഇയാളെ മിണ്ടണില്ല. യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ്. അത് എന്തായാലും യൂറോപ്പിൽ തന്നെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ഏറ്റവും വലിയ വില്ലേജാണ്. പക്ഷെ അത് ഞാനത് എഡിറ്റ് ചെയ്തു. എന്താ കറക്റ്റായി ആ സ്റ്റോൺസ് അതിൽ മിസ്സാക്കി. നാട്ടിലെ വൈകി അത് അവിടുത്തെ യൂറോപ്പിലെ വൈകി. ഒരു രാജമല്ലി
പറക്കണോ ഒരു സ്റ്റാർ വാങ്ങിച്ചിട്ടും എന്റെ അക്കൗണ്ടിലെ പൈസ കയറുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ അവിടെ കറങ്ങണത് കിട്ടോട്ടെ. സ്റ്റാറല്ലേ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. നോക്കൂ, ക്രിസ്മസ് പപ്പാജി. നമ്മുടെ പപ്പാനി ഇപ്പഴേ റെഡി ആയിട്ട് വന്നേക്കണേ അല്ലേ? പക്ഷെ ഇത് ധൃതിയിലേട്ടല്ല, ഇത് ധൃതിയിലേട്ടല്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ എല്ലാവരും കൂടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ എടുക്കാനായിട്ട് ജസ്റ്റ് ഒറ്റ ആരെങ്കിലും ഒരാളൊക്കെ ഇട്ട് വന്നിട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളാണ്. ഞാൻ ഈ ഫോട്ടോന്ന് കണ്ടത് എത്ര വർഷം കഴിഞ്ഞിട്ട് എല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയിട്ടുണ്ടല്ലോ. നാളെ ഇന്ന് തന്നെ വരൂലേ?